ഗൈസ്, അപ്പോൾ ഫൈനലി ഇതാണ് ഹീറോൻ്റെ ഏറ്റവും പുതിയ കരീസ്മ XMR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോർട്സ് ടൂറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടി ഓടിച്ചതിന് ശേഷം എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പോരായ്മകളും നല്ല കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങാൻ പ്ലാനുള്ള ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു വണ്ടി വാങ്ങരുത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഷോറൂമിൽ തിരിച്ചേൽപ്പിക്കും. വണ്ടി ഉപയോഗിക്കേണ്ടവർ നിങ്ങളാണ്. അപ്പോൾ മസ്റ്റായിട്ട് ഒരു 3-4 കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം മാത്രം ഈ ഒരു വണ്ടി വാങ്ങാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ നിലവിൽ നമുക്ക് 3 കളർ വേരിയൻറ്റിൽ, അതായത് യെല്ലോ, ബ്ലാക്ക്, അതേപോലെ തന്നെ റെഡ്, 3 കളർ വേരിയന്റിൽ ഈ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ഒരു വേരിയന്റ് ഉള്ളൂ കേട്ടോ. സ്റ്റാൻഡേർഡ് ക്ലാസിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേരിയന്റുകളൊന്നുമില്ല. സിംഗിൾ ആയിട്ടുള്ള ഒരു വേരിയന്റ് ഉള്ളൂ. 2,12,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ്. എക്സ്ഷോറൂം പ്രൈസും കാര്യങ്ങളൊന്നല്ല. ഈ ഒരു വണ്ടി നിങ്ങൾക്ക് 7,000 രൂപ ഡൗൺ പേയ്മെന്റിൽ സിമ്പിൾ ആയിട്ട് ഒരു 5,000 സംതിങ് ഒക്കെയാണ് അടവ് വരുന്നത്. ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും. എന്തായാലും ഒരു 210 cc എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു സെഗ്മെന്റ് ഇല്ല എന്ന് വെച്ചാൽ ഒരു 200 cc സെഗ്മെന്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് നല്ല രീതിയിൽ സാധാരണക്കാർക്ക് പറ്റിയ ഒരു പ്രൈസ് ആണെന്നാണ് എനിക്ക് ശരിക്കും തോന്നിയത്. കാരണം എന്താ വെച്ചാൽ 150 cc ബൈക്കുകൾക്ക് വരെ 2 ലക്ഷത്തിന് മേലെയാണ് ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു വണ്ടീനെ കുറിച്ചിട്ട് ചുരുക്കി പറയാൻ വെച്ചാൽ എനിക്ക് ഹീറോനെ പറ്റിയിട്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കംപ്ലീറ്റ്ലി മാറ്റിമറിച്ചുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോന്റെ വണ്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരൊരു സ്പോർട്സ് ബൈക്ക് എന്നുള്ള ഒരു കാറ്റഗറിക്ക് വരുമ്പോൾ എഞ്ചിൻ റിഫൈൻമെന്റും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഇപ്പോൾ ഞാൻ എക്സ്പൾസ് എടുക്കുന്ന സമയത്ത് അതിന് ടാപ്പറ്റ് നോയ്സ് അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കിലോമീറ്ററിലും എഞ്ചിന്റെ ഭാഗങ്ങളിൽ നിന്ന് കലവിലെ സൗണ്ടുകളും അതേപോലെ തന്നെ ഒരു റിഫൈൻമെന്റ് കുറവും കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് അന്നെടുത്ത എക്സ്പൾസ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ പണ്ടത്തെ ഹീറോ ഹോണ്ടയുടെ ബൈക്കുകളുണ്ടല്ലോ, അതായത് 2003 ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബൈക്കുകളുടെ പോലെയൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടി എനിക്ക് ഫീൽ ചെയ്തത്. അത്രയും റിഫൈൻഡ് ആണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത്. പക്ക സ്മൂത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന സമയത്ത് എന്തായാലും മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് മുമ്പ് നമുക്ക് ആദ്യമേ തന്നെ ഡിസൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ കുറച്ച് പോരായ്മകളും നല്ല കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകണമെന്നുള്ള ഒരു കാര്യം. പോരായ്മയുള്ള ആദ്യത്തെ ഒരു കേസ് എന്ന് പറയാൻ വെച്ചാൽ എനിക്ക് ഈ ഒരു വണ്ടിയുടെ ലുക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാം. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ, അതായത് ഫ്രണ്ട് ലുക്ക് എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള ഒരു റീസൺ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ് കേട്ടോ. ഇതിന് മേളിൽ ചെറിയൊരു വൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തോ വലിയ സംഭവം പോലെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്ക് മാനുവലി ഇതിന്റെ വൈസറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ വൈസറൊക്കെ ഭയങ്കര ഹൈറ്റ് കുറവാണ് കേട്ടോ. ചെറിയ രീതിയിൽ മാത്രമാണ് വിൻഡ് ബ്ലാസ്റ്റ് എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ഈ ഒരു വൈസർ എന്തായാലും തരുള്ളൂ. ആഫ്റ്റർ മാർക്കറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സ്പീഡിൽ നല്ല രീതിയിൽ വിൻഡ് ബ്ലാസ്റ്റ് എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ ഇതുവഴി നേടാനായിട്ട് ഒരു ആവശ്യമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് താഴ്ത്തിക്കണമെങ്കിൽ താഴ്ത്തിക്കാം. പിന്നെ മിററും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, വേറെ ലെവലാണ്. ഇതിപ്പോൾ ടൈറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, പുതിയൊരു വണ്ടി ആയത് കാരണം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതായത് ഒരു സ്പോർട്സ് ബൈക്കിന് പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരാൾ അഭിപ്രായം പറഞ്ഞതായിരിക്കും ഇങ്ങനെയല്ല, ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹെഡ്ലൈറ്റ് കൊടുക്കണം എന്ന് ആരും അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഇതിന്റെ ഡിസൈനിൽ നിന്ന് വെട്ടിമാറ്റിയുള്ള ഒരു സംഭവമാണെന്ന് തോന്നുന്നു ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലൊരു പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സെന്ററിൽ ആണ് ഈ ഒരു വാഹനത്തിന്റെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഡിമ്മും ബ്രൈറ്റ് ഒക്കെ ആയിട്ട് ഒരുപാട് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു എച്ച് ഷേപ്പിൽ ഒരു DR കാണാം. ഇത് ഇവരുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിസൈൻ എന്നാണ് ശരിക്കും പറയുന്നത്. ഒരു എച്ച് പോലെയാണ് നൈറ്റ് ഈ ഒരു DR കത്തണ സമയത്ത് നമുക്ക് അകലെ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാം. അതേപോലെ തന്നെ ഇത്തരത്തിലായിരിക്കും ഈ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ നൈറ്റ് എന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ ബ്രൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും അതേപോലെ തന്നെ ഇവിടേക്ക് ആയിട്ട് 2 പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സും കാര്യങ്ങളൊക്കെ കത്തണം നിങ്ങൾക്ക് കാണാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് ചെറുതായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോർട്ടായി പോയിട്ട്, അതായത് എൻ്റെ 2 കൈപ്പത്തി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങാവുന്ന സൈസ് മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ ഹെഡ് ലാമ്പിന്റെ ഭാഗങ്ങളിൽ ശരിക്കും വലിപ്പം കൊണ്ട് വന്നിട്ടുള്ളൂ. നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെയാണ്, നല്ല രീതിയിലുള്ള ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ ഹെഡ്ലൈറ്റ് തന്നെയുണ്ട്. പക്ഷെ ഒന്നും കൂടെ മെച്ചപ്പെടുത്താറുന്നു എന്ന് തോന്നിയ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ ഹെഡ്ലൈറ്റിനെ ഈ ഒരു വണ്ടിയിൽ കാണുന്നത്. അവിടെ നിന്ന് താഴേക്ക് പോയി കഴിയുമ്പോൾ എനിക്ക് തോന്നിയ വേറൊരു പോരായ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എക്സ്ട്രീം 160R പോലും അവർ USD 4 കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ അവർ നോർമൽ ആയിട്ടുള്ള ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ പ്രൈസ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ടായിരിക്കാം. പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പോരായ്മയല്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വണ്ടി ഇറക്കുന്ന സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു സംഭവമാണ് അത് എന്ന് പറയുന്നത്. എനിക്ക് ആകെ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞു പോയി എന്നുള്ള തരത്തിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ മഞ്ഞും ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള മഡ്ഗാർഡും കാര്യങ്ങളൊക്കെ കാണാട്ടെ. ശരിക്കും നമ്മുടെ RR 3 ടണിലൊക്കെ വന്നിട്ടില്ല, അത്തരത്തിലുണ്ട് ശരിക്കും ഈ ഒരു വാഹനത്തിന്റെ ഫൈബർ ക്വാളിറ്റി. അതായത് R15 ആയിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. നല്ല രസമാണ് ഈ ഒരു വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പെയിന്റ് ആണെച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ പാനൽസ് ആണെച്ചാലും അത് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ് ശരിക്കും. താഴേക്ക് വന്നു കഴിയുമ്പോൾ 300 mm പെറ്റൽ ഡിസ്ക് ആണ്. പെർഫെക്റ്റ് ആണ് ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 100/80/17 ആണ് ശരിക്കും ഈ ഒരു വീലിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല വിഡ്ത്ത് ഉണ്ട് ശരിക്കും ഫ്രണ്ട് വീലിന്. അവിടെ നിന്ന് നേരെ സൈഡുകളിലേക്ക് പോയി കഴിയുമ്പോൾ XMR എന്ന് പറഞ്ഞിട്ടുള്ള കരീസ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് ഇവിടെ ഉണ്ടെങ്കിലും XMR എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കർ കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും സൈഡ് പാനലിൽ കൊടുത്തിട്ടുള്ളത്. ഹീറോന്റെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് അവിടെ കാണാം. ശരിക്കും ഹീറോ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കരീസ്മ XMR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. അതും ഈ ഒരു വാഹനത്തിൽ എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ബോറൊന്നുമല്ല കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ഇട്ട സമയത്ത് വല്ലാത്തൊരു പ്രസൻസ് ആണ് ശരിക്കും ഈ ഒരു വണ്ടിക്ക്. ഈ ഒരു കളർ തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ് ശരിക്കും. അവിടെ നേരെ സൈഡുകളിലേക്ക് പോകുമ്പോൾ എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല
ഷൈനിങ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഫിനിഷിംഗ് ഒക്കെയാണ് എഞ്ചിൻ സൈഡിൽ ശരിക്കും കാണാനായിട്ട് കഴിയണത്. വയറിംഗ് ഒട്ടും തന്നെ പുറത്തേക്ക് കാണാനായിട്ടില്ല കേട്ടോ. അത് എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. വേറെ വയറിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, എല്ലാം ഒളിപ്പിച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എയറോഡൈനാമിക്കലായത് കാരണം ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ പാനൽസിന്റെ ഭാഗങ്ങളിൽ അത്തരത്തിൽ എയറിന് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കണ്ട. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ളത്. അവിടെ നിന്നും സൈഡുകളിലേക്ക് പോകുമ്പോൾ പുതിയ ഫുഡ് റെസ്റ്റ് അതേപോലെ തന്നെ പുതിയൊരു സൈലൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കരീഷ്മയായിട്ട് ബന്ധപ്പെടുത്താവുന്ന തരത്തിൽ ഒന്നും തന്നെ ഈ ഒരു വണ്ടിയിൽ ഇല്ല എന്നാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ കരീഷ്മ ഏതെങ്കിലും പെമ്പിള്ളേരുടെ പേര് കേൾക്കുമ്പോൾ വരെ ഓർമ്മ വരുന്ന ഒരു മുതലാണ് കേട്ടോ ശരിക്കും കരീഷ്മ എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ലെജൻഡറി വാഹനമായിട്ട് ഈ ഒരു വണ്ടിക്ക് അങ്ങനെ ഹീറോ എന്നുള്ള ഒരു പേരല്ലാണ്ട് വേറെ കണക്ട് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ശരിക്കും തോന്നുന്നില്ല. എന്തായാലും ആ വണ്ടീനായിട്ടൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡും ഒരുപാട് റിഫൈൻഡ് ആണ് ശരിക്കും ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. പവറിന്റെ കാര്യത്തിൽ ചിലപ്പോൾ ആ ഒരു മുതലായിരിക്കാൻ മുമ്പിൽ അവിടെ നിന്നും ബാക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഭയങ്കര സ്ലീക്ക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ശരിക്കും ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് ഈ ഒരു എച്ച് ആകൃതിയിലുള്ള ആ ടൈലാമ്പും കാര്യങ്ങളൊക്കെ കാണാം. കംപ്ലീറ്റ്ലി LED യൂണിറ്റുകളാണ് ഈ ഒരു വാഹനത്തിൽ. നല്ല രസമുണ്ട്. ഈ ഒരു ഭാഗങ്ങളൊക്കെ നല്ല രീതിയിലുള്ള ഒരു സ്പോർട്ടി ലുക്ക്, അതായത് നമ്മുടെ RR3 ഒക്കെ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത് തുറന്നില്ല, അത്തരത്തിലുള്ള ഒരു ഫീൽ ശരിക്കും ഈ ഒരു വാഹനത്തിന്റെ ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും കിട്ടും. ഇതിനിടയിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒരു കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് ആണ് കേട്ടോ. ഇത് ഗ്യാസ് ഫിൽഡ് ആണ് ശരിക്കും വന്നിട്ടുള്ളത്. നമുക്ക് 6 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല വിട്ടോട് കൂടിയുള്ള ടയറാണ് ശരിക്കും ബാക്കിൽ എടുത്തിട്ടുള്ളത്. 140, 70, 17 ആണ് ശരിക്കും ടയറിന്റെ പ്രൊഫൈല്. അതായത് R15 വെർഷൻ 3 അത്തരത്തില് ബാക്കിൽ നിന്ന് കാണാൻ ഒട്ടും പോറല്ല ഈ ഒരു വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ നിന്നുള്ള ഒരു ഡിസൈൻ. കംപ്ലീറ്റ്ലി LED യൂണിറ്റുകൾ എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ LED ഇൻഡിക്കേറ്റേഴ്സും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മുടെ KTM ഡൂക്ക് പോലുള്ള വാഹനങ്ങളിലൊക്കെ കാണില്ല, അത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയിലാണ് ശരിക്കും ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. ഫ്രണ്ടിലത്തെ ഇൻഡിക്കേറ്റർ അവന്മാര് ഇഫട്ടായിട്ടാണ് ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ഇപ്പോൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടിഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ തൂക്കിയിടുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമ്മളെ ഹാൻഡിലുമൊക്കെ കണ്ടില്ല ഇങ്ങനെയൊക്കെ ചിരിക്കുന്ന സമയത്ത് ആ ഒരു തരത്തിൽ താഴേക്കായിട്ടല്ല കുറച്ച് മുകളിലേക്കായിട്ട് മീറ്ററിന്റെ ആ ഒരു ലെവലിലേക്കാണ് ശരിക്കും ഇൻഡിക്കേറ്ററിന്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കിലത്തെ ഡിസൈനിനെ പറ്റിയിട്ടായിരുന്നു. 210 എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സ്റ്റിക്കർ മാത്രമാണ് ശരിക്കും ബാക്ക് സൈഡിൽ കാണാനായിട്ടുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരുപാട് എടുത്ത് പറയാൻ മാത്രമുള്ള ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അവിടെ നിന്ന് നേരെ സീറ്റിന്റെ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു സ്പ്ലിറ്റ് സീറ്റ് ആണ് ഇതിൽ ശരിക്കും വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല വിട്ടോട് കൂടിയിട്ടുള്ള നല്ല കംഫർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീറ്റാണ് ഇത് എന്ന് പറയുന്നത്. ജെൽ ബാഗ്, എയർ ബാഗ് ഒന്നും തന്നെ നിങ്ങൾ ഫ്രണ്ട് സീറ്റിൽ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. വളരെ സീറ്റ് ഹൈറ്റ് കുറവാണ് കേട്ടോ. അതായത് 810 mm മാത്രമാണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ്. അപ്പോൾ ഉയരം കുറഞ്ഞവർക്കൊക്കെ വളരെ നല്ല രീതിയിലുള്ള കംഫർട്ടിൽ ഈ ഒരു വണ്ടി ലോങ് ടൂറിങ്ങിന് അതേപോലെ തന്നെ ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഉയരം കൂടിയവർക്ക് ഇറങ്ങിയിരിക്കാൻ മാത്രം ഒരുപാട് സ്പേസും കാര്യങ്ങളൊക്കെ ശരിക്കും ഈ ഒരു സീറ്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. പില്ലർ സീറ്റ് എന്ന് പറയുന്നത് നല്ല കംഫർട്ട് ചെയ്യുന്നുണ്ട്, നല്ല സോഫ്റ്റ് ആണ്. പക്ഷേ R15 വെർഷൻ 3 ഇരിക്കില്ല, അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ. നല്ല ഉയരത്തിലായിട്ടാണ് ആ ഒരു സീറ്റിന്റെ പൊസിഷൻ. പിന്നെ നല്ല സോഫ്റ്റ് ആണ്, നല്ല അടിപൊളി മെറ്റീരിയൽ വെച്ചിട്ടാണ് ശരിക്കും ഈ ഒരു സീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പൂച്ചസേറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കട്ടെ, അല്ലാത്ത പക്ഷം ഇതൊക്കെ കീറി പൊളിച്ചിടും. സീറ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ഗ്രാബ് റെയിലും കൊടുത്തിട്ടുണ്ട് നല്ല പാകത്തിന്. അതായത് സീറ്റിൽ ഇപ്പോൾ ഒരു വലിയൊരാൾ ഇരുന്നാൽ പോലും അവരെ സപ്പോർട്ട് ചെയ്യാവുന്ന തരത്തിലാണ് ഗ്രാബ് റെയിലിന്റെ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നേരെ സൈഡുകളിലേക്ക് വരുമ്പോൾ ആദ്യമേ നോട്ടം പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ടാങ്ക് ആണ് കേട്ടോ. ബാക്ക് സൈഡിന് അധികം മാച്ച് ഇല്ലാത്ത രീതിയിൽ, അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഭയങ്കര സ്ലിം ആയിട്ടാണ് ശരിക്കും ടാങ്കിന്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. പഴയ മോഡലിൽ 15 ലിറ്ററോളം ഉണ്ടെങ്കിൽ ഇതിന് ഏകദേശം 11 ലിറ്റർ മാത്രമാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. പക്ഷെ നല്ല രീതിയിലുള്ള മൈലേജ് ഉണ്ട് കേട്ടോ. അതായത് 40+ ആണ് ഈ ഒരു വണ്ടിക്ക് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. ഹീറോന്റെ എല്ലാ ബൈക്കുകൾക്കും നല്ല മൈലേജ് ഉണ്ട്. അത്തരത്തിലൊക്കെ തന്നെ ഏകദേശം ഒരു 45 കിലോമീറ്ററിനടുത്തൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രതീക്ഷിക്കാം. 3 സെക്ഷനായിട്ടാണ് ശരിക്കും ടാങ്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബ്ലാക്ക് പാനലിലാണ് കരീസ്മയുടെ ബാഡ്ജിങ്. പിന്നെ ഒരു യെല്ലോ പാനൽ നമുക്ക് കാണാം. പിന്നെ ഇവിടെ ചെറിയൊരു ഭാഗം കൂടെ ശരിക്കും ഇവിടെ ക്യാപ്പായിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ സ്വിച്ചുകളിലേക്ക് പോയി കഴിയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. അതായത് ഈ ഒരു വണ്ടിയിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഹസാർഡിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെയാണ് ശരിക്കും ഇഞ്ചിൻ കിൽ സ്വിച്ചും അതേപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ട് വന്നിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ഡിമ്മ് ബ്രൈറ്റ് പാസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മീറ്ററിലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഏകദേശം 35 കൂടുതൽ ഓപ്ഷൻസ് ഉള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മീറ്റർ ആണെന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്. അപ്പോൾ അതിലത്തെ ഓപ്ഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഇൻഡിക്കേറ്ററും അത്തരത്തിലാണ് ശരിക്കും ഇതിന്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു സെഗ്മെന്റിലെ മറ്റുള്ള ബൈക്കുകളിൽ നിന്ന് ആദ്യം പറയാവുന്ന തരത്തിലുള്ള ഒരു സംഭവം ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണ ഇതിന്റെ വൈസറാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവമാണ് 35ഓളം ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു മീറ്റർ കൺസോൾ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഒരു സംഭവമാണ് ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് വേണ്ടിയിട്ടുള്ള USB പോർട്ട് എന്ന് പറയുന്നത്. ഇത് C ടൈപ്പ് ഒന്നല്ല കേട്ടോ, നോർമലായിട്ടുള്ള പഴയ മോഡൽ USB കേബിൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പോർട്ടാണ്. പക്ഷേ ഫാസ്റ്റ് ചാർജിങ് ആണ് എന്തായാലും അടിപൊളി. അവിടെ നേരെ മീറ്ററിന്റെ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഫീച്ചേഴ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉൾപ്പെടെയുള്ള എല്ലാവിധ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോടും കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു ചെറിയ മീറ്റർ കൺസോൾ വന്നിട്ടുള്ളത്. ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുത് തന്നെയാണ്. R15 അത്രയും സൈസും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, അത്ര നീളം കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് വാണിങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ന്യൂട്രൽ ലൈറ്റ് അതേപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വാണിംഗ് ലൈറ്റ്, പിന്നെ ഇൻഡിക്കേറ്റർ, ബ്രേറ്റ്, ഫ്യൂവൽ, ABS അത്തരത്തിലുള്ള വാണിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. RPM അതേപോലെ തന്നെ ഇവിടെയാണ് ശരിക്കും ടെമ്പറേച്ചർ കാണിക്കുക, ഇവിടെ ഫ്യൂവൽ ഗേജ് കാണിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, ട്രിപ്പ് മീറ്റേഴ്സ് വന്നിട്ടുണ്ട്,
ആവറേജ് സ്പീഡ്, ടാങ്ക് റേഞ്ച്, അത്തരത്തിൽ 35ഓളം ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള ഒരു മീറ്ററാണ്. ലുക്ക് നോക്കണ്ട, വേറെ ലെവലാന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ള ഒരു മീറ്റർ കൺസോളാണ് ശരിക്കും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഓവറോൾ ആയിട്ടുള്ള ഡിസൈനിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനിയിപ്പോൾ എഞ്ചിൻ സ്പെസിഫിക്കേഷൻസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വണ്ടിയിൽ 210 cc ഒരു സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. അതായത് നമ്മളിപ്പോൾ ഒരുപാടൊക്കെ ലോങ് ടൂർ ഒക്കെ പോകുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ ഒട്ടും തന്നെ കിതപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റേഡിയേറ്റർ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് R15 കാണുന്ന പോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 25.5 bhp പവറും അതുപോലെ തന്നെ 20.4 ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു എഞ്ചിനാണ്. അതും 7000 RPM മാക്സിമം ടോർക്ക്, 9000 സംതിങ് RPM മാക്സിമം പവർ എന്ന് പറയുന്നത്. പക്ക ഹൈവേ ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു അടിപൊളി മെഷീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈവേ ടൂറിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ചെറുതായിട്ട് ഓഫ് റോഡ് ഒക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 160 സംതിങ്ങോളാണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അത്രയും ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഓഫ് റോഡ് പോകാൻ പറ്റുന്നല്ല. ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു റിവർ ക്രോസിംഗ് ഒക്കെ ക്രോസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഒരു വണ്ടി കൊണ്ട് നിങ്ങൾക്ക് അത്തരത്തിലുള്ള റോഡിൽ കൂടെ ട്രാവൽ ചെയ്യാം. എനിക്ക് ഇതിന്റെ സീറ്റിന്റെ കംഫർട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, CBR 250 ഇറങ്ങാനായിട്ട് മുമ്പ് 90 കിഡ്സിന്റെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ടൂറിംഗ് ബൈക്കാണ് നമ്മുടെ കരീസ്മ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള ക്വാളിറ്റികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണ പോലൊക്കെ തന്നെയാണ് പുതിയ കരീസ്മേനെ ഹീറോ എന്തായാലും അവതരിപ്പിച്ചിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു റൈഡിംഗ് ഫീലാണ് ഈ ഒരു വാഹനത്തിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയത്. 5.5 ഏകദേശം 168 സെന്റിമീറ്ററോളം എനിക്ക് പക്കയാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ വെയിറ്റും എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്കിപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബാക്കോട്ടൊക്കെ തള്ളണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റൈഡേഴ്സിന് ഏറ്റവും പേടിയുള്ള ഒരു കേസാണ് വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇത് വെറും 163 കിലോഗ്രാം മാത്രമാണ് ഭാരം എന്ന് പറയുന്നത്. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എഞ്ചിൻ സ്പെസിഫിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. 163 കിലോഗ്രാമിന്റെ ഒരു വണ്ടിയാണ് ഇത് എന്നുള്ളത്. ജസ്റ്റ് നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. ഡൂക്കിന്റെ സൗണ്ട് എന്നൊക്കെ പലരും പറഞ്ഞു കേട്ടു, പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. നല്ലൊരു സ്പോർട്ടി സൗണ്ട് കേട്ടിട്ടുണ്ട്. അതായത് 2 ലക്ഷം രൂപയുടെ മേലെയുള്ള ഒരു ബൈക്കാണ് നിങ്ങൾ എടുത്തതെന്ന് ഈ ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ എന്തായാലും മനസ്സിലാവും. നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. അതിങ്ങനെ വലിപ്പിക്കുമ്പോൾ അതിൽ നല്ല രീതിയിൽ ചേഞ്ച് വരണം നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതിൻ്റെ റൈഡിങ് പോസ്റ്ററിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്ററാണ്. അതായത് ഇതൊരു സ്പോർട്സ് ടൂറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ ഒരു സ്പോർട്ടി ലുക്ക് ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നമുക്ക് നിവർന്നിരിക്കാനായിട്ട് പറ്റും. എൻ്റെ സീറ്റിൻ്റെ കുറച്ച് ബാക്കിലേക്കായിട്ടാണ് ഇതിൻ്റെ ഫുഡ് റെസ്റ്റിൻ്റെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുനിഞ്ഞിട്ടാണ് ഈ ശരിക്കും ഈ ഒരു വണ്ടിയിൽ ഇരിക്കുന്നത്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടുകളില്ല കേട്ടോ. നമുക്കിപ്പോൾ ഹാൻഡിൽ റൈസറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ പോലെ തന്നെ പക്ക അപ്രൈറ്റ് ആക്കാം ഈ ഒരു വണ്ടിയുടെ പൊസിഷൻ. പക്ഷേ ഇതിൻ്റെ ഹൈറ്റും സൈസും വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള ഒരു കംഫർട്ടാണ് ശരിക്കും കയറുന്നത്. പിന്നെ ക്ലച്ച് വീലും ഗിയർ ബോക്സ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഇതിൽ അസിസ്റ്റ് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ക്ലച്ച് നോർമലായിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതായത് ഒരുപാട് സോഫ്റ്റും കാര്യങ്ങളൊന്നുമല്ല, നോർമലായിട്ടുള്ള ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഗിയറും ഭയങ്കരമായിട്ട് സോഫ്റ്റ് എന്നൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര ഹാർഡ് അല്ല, ഒരു മിഡ് റേഞ്ചിലാണ് ശരിക്കും അതിൻ്റെ ഒക്കെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഓവർ സ്പീഡ് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് നമ്മളിതിൽ സ്പീഡ് ഡിസ്കണക്ട് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ. നമ്മൾ തന്നെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഓവർ സ്പീഡ് എന്നും പറഞ്ഞിട്ട് നമുക്ക് 5 വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സ്പീഡ് എന്തായാലും എടുക്കണില്ല. പക്ഷേ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറിൽ ഭയങ്കര ദയനീയ അവസ്ഥ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഒരു 4th 5th ഗിയറിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്താ അവസാനിക്കാത്തതെന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ ചെറുതായിട്ടൊന്നും നിങ്ങളെ കാണിക്കട്ടെ. ഇതിപ്പോൾ 4th ഗിയറിലാണ് ശരിക്കും കിടക്കുന്നത്. ഞാനിപ്പോൾ ഫുൾ ത്രോട്ടിൽ പിടിച്ചേക്കാണ്. അതായത് ഇത് എൻ്റെ ആവുന്നില്ല, ഇതിന് RPM കട്ട് ഓഫും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും നമ്മളെ അടുത്ത ഗിയറുടെ പ്രേരിപ്പിക്കില്ല. അതിലാണ് ശരിക്കും ഇതിന്റെ ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് 4th ഗിയറിന്റെ. അതേപോലെയൊക്കെ തന്നെയാണ് 5th 6th ഗിയറുകൾ. ഞാൻ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്, ഹൈവേക്ക് വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഒരു മുതൽ എന്നൊക്കെ പറയില്ലേ, ടൂറിങ്ങിന് വേണ്ടിയിട്ട്. അത്തരത്തിലാണ് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത്. ഹൈവേ പെർഫോമൻസ് വേറെ ലെവലാണ് കേട്ടോ. നല്ല വിട്ടുള്ള വീലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലാണ് ശരിക്കും വീലിൻ്റെ ഭാഗങ്ങളിൽ നിന്നൊക്കെ കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കോർണർ ചെയ്ത് എടുക്കണമെങ്കിൽ എടുക്കാം. എന്തായാലും ടൂറിംബറായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ, നിങ്ങൾക്കിപ്പോൾ ചെറിയ രീതിയിലുള്ള കല്ലും മുള്ളും നിറഞ്ഞ റോട്ടിൽ കൂടെ ഓടിക്കണമെങ്കിൽ ഓടിക്കാം. അത് വിചാരിച്ച എക്സ്പൾസിൻ്റെ പോലെ ഇത് ചാടിക്കാൻ പറ്റുന്നല്ല ഞാൻ ശരിക്കും പറഞ്ഞത്. ഇന്ത്യയിലെ എല്ലാ സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഒരു വണ്ടി പോലെയാണ് എനിക്ക് ശരിക്കും തോന്നിയത്. പക്ഷേ ഈ ഒരു വൈസറും കാര്യങ്ങളൊക്കെ എന്ത് ഇത്ര ചെറുതാക്കിയെന്നാണ് ഞാൻ ശരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമയത്ത് ലെജൻഡറി ആയിട്ട്, അതായത് 220 ഒക്കെ ആണെന്ന് തോന്നുന്നു ഇതിന് ശേഷം വന്നിട്ട് ഒരു കോമ്പറ്റീഷൻ എന്ന് പറയാൻ മാത്രം ആ ഒരു വണ്ടിക്ക് വന്നത്. അതിനുശേഷം വർഷങ്ങളോളം ഒറ്റയ്ക്ക് നിന്ന് ഭരിച്ചിട്ടുള്ള ഒരു മുതലിൻ്റെ ഒരു പിൻഗാമീനെ ഒരിക്കലും മോശമായിട്ട് ഇറക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഋതിക് റോഷനൊക്കെയാണ് ഇതിൻ്റെ അംബാസിഡർ എന്ന് പറയുന്നത്. ആ ഒരു സംഭവം അതേപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ റിഫൈൻമെൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും തന്നെ ഹീറ്റ് ആവില്ല എന്ന് പറയില്ല. അതേപോലെ തന്നെ വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ ഏകദേശം 20 Nm ഈ ഒരു വണ്ടിയുടെ മാക്സിമം ടോർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇത് ടോപ്പ് ഗിയറിൽ, അതായത് 6th ഗിയറിൽ എത്ര ചെറിയ സ്പീഡിൽ പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 6ാമത്തെ ഗിയറിലാണ് ശരിക്കും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ
കുറഞ്ഞൊരു സ്പീഡിൽ, അതായത് ഏകദേശം ഒരു 30 കിലോമീറ്ററിനടുത്തൊക്കെയാണ് ശരിക്കും ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു 30-40 സ്പീഡിലൊക്കെ ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഒരു ഗിയറിൽ നിന്ന് വലിപ്പിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ നോക്കിംഗ് സൗണ്ട് ഇല്ലാണ്ട് എടുക്കാം. അതായത് ഒരു 6th ഗിയറിലും 40-45 സ്പീഡിലും ഒട്ടും തന്നെ ഗിയർ ഷിഫ്റ്റിങ് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലും കൂടിയാണ് നമ്മുടെ ഹീറോ കരീസ്മയുടെ പുതിയ XMR. എന്തായാലും ഇതിൻ്റെ പ്രൈസിങ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R15 വാങ്ങിച്ചാലും RC200 വാങ്ങിച്ചാലും നമുക്ക് എത്താൻ പറ്റാത്ത ആ ഒരു റേഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2,12,000 എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ സ്പോർട്സ് ടൂറുകളൊന്നും അധികമില്ല ആ ഒരു പ്രൈസ് റേഞ്ചിൽ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് എന്തായാലും ഇന്ത്യയിലത്തെ സാധാരണ ജനങ്ങളെ വെച്ച് നോക്കുന്ന സമയത്ത് വല്ലാത്തൊരു സംഭവം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ട്രാക്ഷൻ കൺട്രോളിൻ്റെ കുറവുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നും എനിക്ക് ഈ ഒരു വണ്ടിയിൽ ഫീൽ ചെയ്തില്ല കേട്ടോ. ക്ലച്ച് ഒന്നും കൂടെ സോഫ്റ്റ് ആക്കാന്ന് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള നല്ല മൈലേജൊക്കെ ഉള്ള വണ്ടികൾ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് ഹീറോ എന്ന് പറയുന്നത്. പക്ഷെ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ എനിക്ക് ഇതിൽ കാണാനായിട്ട് കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാണ് ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ വണ്ടി ഓടിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് കേട്ടോ. എന്തായാലും പഴയ ഹീറോ കരീസ്മയുടെ പ്രതാപം ഒട്ടും തന്നെ കുറയ്ക്കാണ്ട് അതേപോലൊക്കെ തന്നെയാണ് ശരിക്കും ഈ ഒരു വണ്ടിയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ, ഹീറോൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡലിൽ നിന്ന് ഒരു ഡൗട്ട് ഇല്ലാണ്ട് ഈ ഒരു വണ്ടീനെ വിളിക്കാൻ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 45 കിലോമീറ്ററിനടുത്ത് മൈലേജ്, 2,12,000 ഓൺ റോഡ് പ്രൈസ്. ഈ സെഗ്മെന്റിലുള്ള ബാക്കി എല്ലാ വണ്ടികൾക്കും, അതായത് RC200 ആണെങ്കിലും RS200 ആണെങ്കിലും കൂടുതലാണ് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ പെർഫോമൻസ് എന്ന് പറയുന്നത്. എന്തായാലും ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയറോളല്ല ഞാൻ പറയുന്നത്, ഒരു ഹൈവേയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ് ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. അതും ഒട്ടും വൈബ്രേഷൻ പോലും ഇല്ലാണ്ട്. ഇതിപ്പോൾ മെയിൻ്റനൻസിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നമുക്കറിയാം ഹീറോന്റെ പാർട്സും സർവീസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം ബൈക്കുകളൊന്നും സർവീസ് ചെയ്യേണ്ട പോലെ സർവീസ് ചെയ്യേണ്ട നിങ്ങൾക്ക് ഈ ഒരു വണ്ടി. പാർട്സുകളൊക്കെ ഏറെക്കുറെ അത്തരത്തിലൊക്കെ തന്നെ ആയിരിക്കും. ടയറിനൊക്കെ ഏകദേശം 1,300 രൂപയുണ്ടെങ്കിൽ ടയറൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. ബാക്ക് ടയറിന് ഏകദേശം 2,000 സംതിങ് ഒക്കെയാണ് ശരിക്കും വിലയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡിൽ ഒരു ടൂറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഡെയിലി യൂസിന് നല്ല കംഫർട്ട് ആണ്. അതായത് ബാക്കിൽ ആളൊക്കെ ഇരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നല്ല മൈലേജും വേണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്പെയറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഞാനത് വലിയ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ക്ലാസ് ഡിയിലൊക്കെയാണ് ശരിക്കും ഓട്ടോ ഇലിമിനേഷനോട് കൂടിയിട്ടൊക്കെയാണ് ശരിക്കും ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും വന്നിട്ടുള്ളത്. എന്നാലും മീറ്റർ കൺസോള് പല വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ബ്രൈറ്റ് അല്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇപ്പോൾ ഈ ഒരു 4 മണി സമയത്തൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പക്ഷേ നെഗറ്റീവ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല പ്രകാശമുള്ള ഒരു സമയത്ത് ചെറിയ രീതിയിൽ എലിമിനേഷനിൽ കുറവുണ്ടോയെന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ആയിട്ട് ഇടാം. അപ്പോൾ നല്ലൊരു ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഏറ്റവും പുതിയ ഹീറോ കരീസ്മ XMRൻ്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഒരുപാട് നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആധികാരികമായിട്ടൊന്നും എനിക്കൊന്നും തന്നെ പറയാനായിട്ട് പറ്റിയില്ല ശരിക്കും ഈ ഒരു വീഡിയോയിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയാണ് ഞങ്ങളുടെ വീടിൻ്റെ ആ ഒരു ഭാഗത്ത്. അപ്പോൾ നിലവിൽ വാങ്ങാൻ പോകുന്നവർക്ക് ചെറിയ തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വഴി നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ എന്തായാലും മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും അടുത്ത ഒരു അടിപൊളി വീഡിയോയിലാണ് കേട്ടോ. ബൈ.